ഹായ് സോൾസ്. സോ നാളെ ഫുൾ മൂൺ വരുന്നുണ്ട്. ഫുൾ മൂൺ ഇൻ ടോറസ് ആണ്. ടോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സൈനാണ്. എർത്ത് സൈൻസ് എപ്പോഴും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരിക്കും, ഭയങ്കര പേഷ്യൻസ് ആയിരിക്കും, ഭയങ്കര ക്ഷമയുള്ളവരായിരിക്കും. അവർ എത്ര കൊല്ലം വേണമെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത്രയും ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. കാരണം എർത്താണല്ലോ, ഭൂമിയാണല്ലോ എലമെൻറ്റ്. അപ്പോൾ അവർ കുറച്ച് പെൻറ്റക്കിൾസ് ആണ് ടാരോയിലൊക്കെ പറയുക. പെൻറ്റക്കിൾസ് കാർഡാണ്. ഫിനാൻഷ്യലായിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പേഴ്സൺസാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺസാണ്. അപ്പോൾ ഫുൾ മൂണാണ് നാളെ. കൂടാതെ നമ്മുടെ റിട്രോഗ്രേഡ് എൻഡ് ചെയ്യാണ്. സാറ്റേൺ റിട്രോഗ്രേഡ്, നമ്മുടെ ശനിയുടെ ആ ഒരു കർമ്മ സൈക്കിൾസ് എൻഡ് ആവുകയാണ്. പക്ഷെ മെർക്കുറി റിട്രോഗ്രേഡ് തുടങ്ങുന്നുണ്ട് ജാൻ 1 വരെ. ഒരു 2 months ഉണ്ടായിരിക്കും. കുറേ കർമ്മ സൈക്കിൾസൊക്കെ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ കാർമിക് പാർട്ട്നേഴ്സൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും, റിലീസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ റിലീസ് ചെയ്ത് പോകും കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ഒന്ന് ക്ലെൻസ് ചെയ്യുക, റിലീസ് ചെയ്യുക, സപ്രസ് ചെയ്ത് വെക്കാതെ എല്ലാം റിലീസ് ചെയ്ത് കളയുക. ജസ്റ്റ് ബി ഫ്രീ. ഓക്കെ. പിന്നെ ഈ വൂൺസ്, ഇപ്പോൾ ഇന്നലെ റീഡ് ചെയ്യുമ്പോൾ ഇന്നർ ചൈൽഡ് വൂൺസ് കാണിക്കുന്നു. മദർ വൂൺസ് ഉണ്ടെങ്കിൽ മദർ വൂൺസ്, ഫാദർ വൂൺസ്, ഇന്നർ ചൈൽഡ് വൂൺസ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ചെറുതിലെ പാരൻസിൽ നിന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ വളർന്നു വന്നത് എങ്കിൽ യു ഹാവ് ദാറ്റ് വൂൺസ്. ഈ വൂൺസ് നിങ്ങൾ റൂട്ടോടെ കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്കൊക്കെ അത് പാസ് ചെയ്ത് പോകും. 7 ജനറേഷനിലേക്കൊക്കെ അത് പാസ് ചെയ്ത് പോകും. എന്തെങ്കിലും ഒരു എനർജീസ്, ബ്ലാക്ക് മാജിക് എനർജീസോ അല്ലെങ്കിൽ ശാപമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതവിടെ നിങ്ങളുടെ എനർജിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അതുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര സ്റ്റക്കായിരിക്കും. എല്ലാത്തിലും ഒരു സ്മൂത്തായിട്ട് പോവില്ല. എപ്പോഴും തടസ്സങ്ങളായിരിക്കും. നിങ്ങളും ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഇങ്ങനെ ഇന്നർ പീസ് ഒട്ടും ഉണ്ടാവില്ല. പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ആവുക. നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി, ഫിയർ, ഇതൊക്കെ ഷാഡോ വർക്ക്സ് ആണ്. അതൊക്കെ നിങ്ങളുടെ വൂൺസ് ആണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തത് ഹീൽ ചെയ്യുക. ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇന്നർ ചൈൽഡ് മെഡിറ്റേഷനെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഹീലിംഗിലും ചെയ്യണം എന്നാണ് പറയാം. സോ ട്വിൻ ഫ്ലെയിംസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഹീൽഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഫുൾ മൂൺ നിങ്ങൾക്ക് ഒന്നുകൂടി, നിങ്ങൾക്ക് ഇനി എന്താണോ ഹീൽ ചെയ്യാനുള്ള ആ ഒരു ട്രിഗർ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഫുൾ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കുലിൻ സൈഡാണ് മൂൺ. അപ്പോൾ എന്താ പറയുക, ആ ഒരു മാസ്കുലിനിറ്റി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊക്കെ പെയിൻ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു റൈറ്റ് സൈഡ് ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പറയാം. ഫുൾ മൂൺ മാസ്കുലിൻ സൈഡിനെ പറയാം. നിങ്ങളുടെ ഉള്ളിൽ മാസ്കുലിൻ സൈഡ് ഉണ്ട്, ലോജിക്കൽ സൈഡ്. അപ്പോൾ അതൊന്നുകൂടി നിങ്ങൾ ലോജിക്കലി അല്ലെങ്കിൽ ഓവർ മാസ്കുലിനിറ്റി ആണെങ്കിൽ അത് നിങ്ങൾ നോർമലിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ തന്നെ ഇരുന്ന് വീക്ഷിക്കണം. നാളെ ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ ഷാഡോ വർക്ക് ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്യാം. ഇതൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിനും കൂടുതൽ നിങ്ങളെ ക്ലിയർ ആക്കുന്ന ഓരോ പോർട്ടൽസും, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എനർജീസ് ഹെവി ആയിട്ടൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്നലെയൊക്കെ എന്താ പറയുക, ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഇന്നർ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഈ എനർജീസിൻ്റെ ഭാഗമായിട്ടാണ്. ലെവൽ 11 പോർട്ടൽസ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എനർജീസും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കൂടെ ഇപ്പോൾ ഇതാ നാളെ ഫുൾ മൂണാണ്. ഫുൾ മൂൺ ഇൻ ടോറസ് ആണ്. ഭയങ്കര പേഷ്യൻസ് കൂടിയ ആൾക്കാരാണെന്നൊക്കെ പറയാം ഈ ടോറസിൽ വരുമ്പോൾ. പക്ഷേ ഒരു കാര്യം, നമ്മളെ റിട്രോഗ്രേഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ കാർമിക് സൈക്കിൾസ് എൻഡ് ആവുകയാണ്. മേജറായിട്ടുള്ള കാർമിക് ലെസൺസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെയും ആ ലൂപ്പിൽ കിടന്ന് നിങ്ങൾ ഇതാവുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് പുതിയ ചാപ്റ്ററിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഗോ വിത്ത് ദ ഫ്ലോയിൽ പോവുക. ഒന്നും റെസിസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്യൂ നിങ്ങൾ തന്നെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ഹീൽ ചെയ്യാൻ പോകും. അത് ഹീൽ ചെയ്യാതെ ഇരിക്കരുത്. അയ്യോ എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. നിങ്ങൾ അത് ആവശ്യമാണോ? നമ്മൾ ഹീലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വന്നു, ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, നിങ്ങൾ ഹീലായാതെ നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും അത് എന്താ പറയുക, സെപ്പറേഷനിലേക്ക് കലാശിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരും. സോ ബെറ്റർ ജസ്റ്റ് ക്ലിയർ യുവർ പാത്ത്. നിങ്ങൾ പാത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ജീവിച്ച് പോകാൻ പറ്റും. ഓക്കെ, നന്നായി മെഡിറ്റേഷൻ ചെയ്യുക, ക്ലൻസിങ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫുൾ മൂൺ, ന്യൂ മൂൺ സമയത്ത് നമുക്ക് ട്രിഗേഴ്സൊക്കെ വരാം. അപ്പോൾ ട്രിഗേഴ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് എൻ്റെ ഉള്ളിലത്തെ, എന്ത് പുറത്തുനിന്ന് വന്നാലും അതൊക്കെ നിങ്ങളുടെ ഉള്ളിലത്തെ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങളത്
കീനായിട്ട് വാച്ച് ചെയ്യുക. അവർ ട്രിഗർ തരുമ്പോൾ അതെന്താണ് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ആ ഒരു പോയിൻ്റ് എൻ്റെ സോളിൻ്റെ ഉള്ളിലുണ്ട്, അത് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഓരോ ട്രിഗറിലും നിങ്ങൾ വീഴാതിരിക്കുക. ഓക്കെ. പിന്നെ എന്താ DMസിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അവർക്കും അവിടെ കുറേ എവേക്കണിങ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക, അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകും. അവരവരുടെ സമയത്ത് നിങ്ങളെ സമയത്തല്ല സ്പിരിച്വലി അവേക്കൻഡ് ആയതും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചൊക്കെ അറിഞ്ഞതും. അപ്പോൾ അവരുടെ സമയത്ത് അറിയും. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട, എല്ലാം ആ ഒരു സമയം എടുത്ത് തന്നെ പോവാം. ആൻഡ് കുറേ പേരൊക്കെ കുറേ കൊല്ലങ്ങളായിട്ട് ഈ ജേണിയിലാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവർക്ക് ഒരു ചേഞ്ചും ഇല്ല. അവർ ഇന്നോവർക്ക് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റഡ് അല്ല. അവരുടെ DMന് പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ലെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലല്ല. മേ ബി നിങ്ങളൊരു കാർമിക് കണക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി നിങ്ങളോട് ഇവോൾവ് ആവാനും ചേഞ്ച് ആവാനും കർമ്മ ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. കാരണം ഒരു 4-5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സ് കൊണ്ടൊക്കെയാണ് ഈ ഒരു യൂണിയൻ സംഭവിക്കും. കാരണം ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നോവർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ള പറയുന്ന സംഭവം ഉണ്ടാവില്ല. നിങ്ങളുടെ കരിയറാണ് ബ്ലോക്ക് ചെയ്തിട്ടിട്ട് നിങ്ങളെ ഫ്രീ ആക്കി തരികയാണ് മിക്കതും ചെയ്യേണ്ടതൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഹീൽ ചെയ്യാനുള്ള ടൈം പീരീഡ് വളരെ അധികമായിരിക്കും. ചിലവർ പറഞ്ഞേക്കാം എനിക്ക് അവിടെ ഭയങ്കര ബിസി, എനിക്ക് ഇന്നോവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതവർ ട്വിൻ ഫ്ലെയിം ആവാൻ ചാൻസസ് കുറവാണ്. ട്വിൻ ഫ്ലെയിമിലാകുമ്പോൾ അവർ ഈ യൂണിവേഴ്സ് എന്ത് ചെയ്യുക, എല്ലാതും സ്റ്റക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സ്റ്റക്കാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കരിയർ നമുക്ക് വേണ്ടിയുള്ള കരിയർ ഓപ്പൺ ചെയ്ത് വരും, അല്ലെങ്കിൽ സോൾ പർപ്പസിലേക്കായിരിക്കും പോകുന്നു വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്നുകൂടി ഈ ഒരു നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ടോക്സിക് ആണോ നല്ല പേഴ്സൺ ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ സോളിന്. നിങ്ങളുടെ എനർജി വളരെ ലോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോരുത്തർ വരുന്നുണ്ടെങ്കിൽ ഇത് കാർമികമായിരിക്കും. നിങ്ങളെ ക്ലിയർ ആക്കാൻ വേണ്ടി വരുന്ന ഓരോരുത്തരും ലൈഫിൽ വരുന്ന ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ. ചിലവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം മാറ്റാൻ ഹെൽപ്പ് ചെയ്തിട്ട് അവർ പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങളൊന്ന് ഹെൽപ്പ് തന്നിട്ട് അവർ പോകും. അങ്ങനെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പ്രീ ഡെസ്റ്റൈൻ ചെയ്ത് വെച്ചത്. നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ, നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തന്നെയാണ് കുറേ സോൾ കോൺട്രാക്ട്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ സോൾ അത്രയും പ്യുവറാണ്. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് എൻ്റെ സോൾ ഇത്രയും വിഷമുള്ള കാര്യങ്ങൾ, ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സോൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. സോൾ അത്രയും പ്യുവറാണ്. നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നാം. സോൾ ലെവലാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡ് എന്തെങ്കിലും രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾ എടുത്ത് വയ്ക്കണം. ഓക്കെ, ഞാൻ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എന്നെ ഈ ഒരു ടൈമിൽ അവർ ടോക്സിക് ആയിട്ട് വന്ന് ഇതാക്കട്ടെ എന്ന് മീൻസ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് വരുന്നതാണ്. സോൾ അത്രയും പാവമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു ഇത് തോന്നുക. സോൾ ലെവലിൽ എല്ലാ സോൾസും ഭയങ്കര കൈൻഡ് ആൻഡ് പാവം സോൾസാണ്. പിന്നെ തേർഡ് പാർട്ടിയിലേക്ക് കുറേ പേര് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ തന്നെ നിൽക്കുള്ളൂ. കാരണം നിങ്ങളതിലേക്കാണ് എനർജി കൊടുക്കുന്നത്. അപ്പോൾ അവരതിലേക്ക് എനർജി പോകും. നിങ്ങൾ തേർഡ് പാർട്ടീനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ DMനെയും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫ് എന്തോരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഇനിയും അറിയാനും ഉണ്ട്. ഡീപ്പറായിട്ടുള്ള സ്പിരിച്വലായിട്ട് എനിക്കും തന്നെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഓരോ ദിവസം കൂടുമ്പോൾ കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ സോളിൻ്റെ ഇവോൾവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സസും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുക. ഇനി കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാറുണ്ട്. ആ ഡീപ്പർ ഒരു തേഴ്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡീപ്പർ നോളജിലേക്ക് നിങ്ങളത് എനർജി മാറ്റിവിടുക. പണ്ട് ഭയങ്കര ബിസി അല്ലായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സ് തന്നെ ഒരുപാട് ബിസിയാക്കി വെക്കുകയാണ്. കാരണം അതങ്ങനെയാണ്. നമുക്കിപ്പോൾ ഫിനാൻഷ്യലി ടച്ച് പോട്ട് ഗ്രോത്ത് വരുന്നു, എല്ലാ രീതിയിലും ഗ്രോത്ത് വരുന്നു, ബിസിയാക്കുന്നു, കുറേ പേര് ഹീൽ ചെയ്യാൻ തരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡിവൈൻ ഫെമിനിൻസ് ഓരോ സ്റ്റേജിൽ തരുമ്പോൾ ഓരോ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ അവരുടെ ഈ ഒരു കണക്ഷനിൽ ഓവറായിട്ട് എനർജി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലെൻസൊക്കെ ചെയ്യുക, നന്നായിട്ടൊക്കെ നിങ്ങൾ നന്നായി വെള്ളമൊക്കെ കുടിക്കുക, ഹീലിംഗ് ചെയ്യാം. ടാരോ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടാരോ പഠിക്കാം. ടാരോ നന്നായിട്ട് തേർഡ് ഐ ഓപ്പൺ ചെയ്യാൻ ഇൻറ്റ്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഹീലിങ്സ് ചെയ്യാം. ഇന്നർ ചൈൽഡ് വൂൺസ് ഉള്ളവർ അത് വെച്ച് ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് എനർജി ആവുകയാണ്. ഹീൽ ചെയ്യാനുള്ള ഇപ്പോൾ കുറേ മാർഗ്ഗങ്ങളുണ്ട്, കുറേ ചാനൽസ് ഉണ്ട്, കുറേ ഹീലേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ജെന്യുവനായിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്ത് ഹീൽ ചെയ്യാൻ പോവാം. ഞാനിവിടെ ഇന്നർ ചൈൽഡ് ഹീലിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയ്ഡ് ആയിരിക്കും. സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങൾ ചെയ്യണമെന്നാണ് പറയുക. കാരണം ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ വെച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ബ്ലെസ്സിങ്സാണും വരില്ല. അതിങ്ങനെ മാറി നിങ്ങളവിടെ ഫ്രീ ആകുമ്പോഴാണ് എനർജിക്ക് വന്ന് ഫ്ലോ ചെയ്യാൻ സാധിക്കുമോ. സോ
പറ്റുവാണെങ്കിൽ ഹീലിങ്സൊക്കെ നിങ്ങളെടുത്ത് നിങ്ങൾ മാക്സിമം ഇമ്പ്രൂവായി സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്യുക, നന്നായി സെൽഫ് ലവ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു ക്ലയൻറ്റിനെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് സമയം തികയുന്നില്ല, ഒട്ടും സെൽഫ് ലവ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സെൽഫ് ലവിലേക്ക് വന്നപ്പോൾ എനിക്ക് ബാക്കിയുള്ളവർക്ക് ചെയ്യാനുള്ള സമയമല്ല, എനിക്ക് എന്നെ തന്നെ എന്താ പറയുക ഹീൽ ചെയ്ത് മതിയാവുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് എത്തി. ഭയങ്കര കണ്ടൻറ്റായി, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം, നന്നായി സ്ലീപ്പ് വന്നു, ഭയങ്കര കണ്ടൻറ്റായി ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഹീലിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനർജി, ഉറക്കമില്ലാത്തവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നു. അതുപോലെ ടെൻഷനൊന്നും ഉണ്ടാവില്ല, ഫ്രീ ആയിട്ട് ഭയങ്കര ഇന്നർ പീസ് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ ഫുൾ മൂൺ നാളെ ഉണ്ട്, റിട്രോഗ്രേഡ് എൻഡ് ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെർക്കുറി റിട്രോഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെർക്കുറി റിട്രോഗ്രേഡ് വരുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് പ്രശ്നം വരാം, ത്രോട്ടിലൊക്കെ ചിലപ്പോൾ കോൾഡൊക്കെ വരാം, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കോൺഫ്ലിക്ട്സ് പോലെയൊക്കെ വരാം. അപ്പോൾ സൈലൻ്റായി നിൽക്കുക, ആർഗ്യൂ ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് ആവാനുള്ള ഫോണോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ആവാനും, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ഡിലേ ആവാനും, മെസ്സേജ് പോകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ലൈവൊക്കെ പോകുന്ന സമയത്ത് മുന്നേ മെർക്കുറി റിട്രോഗ്രേഡ് വരുന്ന സമയത്ത് ലൈവൊക്കെ പോകുമ്പോൾ തീരെ ലൈവ് ഓൺ ആവില്ല, അതിലെന്തെങ്കിലും എറർ വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകും. കാരണം മെർക്കുറി റിട്രോഗ്രേഡ് വരുമ്പോൾ അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും എത്തിക്കുന്നത് പോലും ബ്ലോക്ക് ചെയ്യിപ്പിക്കും. മെർക്കുറി ഒന്ന് സ്ലോ ആവുന്നതാണ്. 2 മാസമുള്ളൂ, ജനുവരി 1 വരെ, 2025 ജനുവരി 1 വരെയാണ് മെർക്കുറി റിട്രോഗ്രേഡ് ഉള്ളത് കേട്ടോ. അത് നിങ്ങൾക്കതൊക്കെ അവയർനെസ് തരികയാണ്, ഇതൊക്കെ കേട്ട് നിങ്ങൾ ആ രീതിയിൽ പോവുക. നന്നായിട്ട് ധാരാളമായി വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആവാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയം നല്ല രീതിയിൽ ഹീൽഡ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കുറേ എനിമൽസും ബേർഡ്സൊക്കെ നിങ്ങളുടെ അടുക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. കുറേ പേരെ കാണാം. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ എനർജിയിൽ അവർ ഭയങ്കര ഇതായിരിക്കും, പറന്നൊന്നും പോവില്ല. ഇപ്പോൾ ഇവിടെ കുറേ ബേർഡ്സുകളൊക്കെ കൂടുതൽ വരും, അവരടുത്ത് വന്നിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് പേടി തോന്നുന്നില്ല. ഫുഡൊക്കെ ഇട്ട് കൊടുക്കും, ഫുഡ് കഴിക്കും. ഞാൻ ഇടയ്ക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ കൊക്കൊന്നൊക്കെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ അറിഞ്ഞിട്ടോ അറിയാണ്ടോ അങ്ങനെയല്ല, സംസാരിക്കാൻ തോന്നുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ അവരും റിപ്ലൈ. എനിക്ക് ഒരു കാക്ക വന്നിട്ട് ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ കാക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫുഡ് ഇത് ഇവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ അതും ഒരു ശബ്ദം ഉണ്ടാക്കി കാക്ക. എനിക്ക് തോന്നുന്നു അവർക്കും നമ്മളെ സംസാരം എനർജി വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ മറ്റേ കാക്കകൾ പറന്നു പോലും, ഇവർ പറന്നൊന്നും പോയില്ല, വന്നു ഫുഡ് കഴിച്ചു, ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു. അതുപോലെ അവർ വന്ന് കഴിച്ചു പോയി. അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ എനർജി ലെവലിൽ ഇമ്പ്രൂവ്ഡ് ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ റീഡിങ്ങൊക്കെ ഇടുമ്പോൾ അതിലുള്ള എക്സ്ട്രാ മോണോളജി കാർഡ്സൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഹീലായുള്ള കാര്യങ്ങൾ പറയും. അതൊക്കെ കൂടെ ഹീൽ ചെയ്യുക കേട്ടോ. ചുമ്മാ കേട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാർഡ്സ് പറയും നിങ്ങൾ ഓരോരുത്തർക്കും ഹീൽ ചെയ്യാൻ. ഇപ്പോൾ ഓരോരുത്തർക്ക് ടാരോ റീഡിങ് ലൈവ് ചെയ്യുമ്പോൾ അത് ആ ഒരാൾക്ക് മാത്രമായിരിക്കില്ല, ആരൊക്കെയാണോ കേൾക്കുന്നത് അവർക്കും അത് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. ഈ ജേർണി ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. അതിങ്ങനെ ആ ഫ്ലോയിൽ നടന്നോളൂ. നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകണം. നിങ്ങൾ ചെയ്യുന്നത് ഇന്നോ വർക്ക് ചെയ്യുക, നിങ്ങൾ കണ്ടൻറ്റായിട്ട് ഇരിക്കുക. ദയവ് ചെയ്ത് നല്ല എനർജിയിൽ ഇരിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവവും ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കുക. പ്യുവർ എനർജിയിലേക്ക് എത്തുക. നിങ്ങളുടെ സോളിനെ കൂടുതൽ പ്യുവർ ആക്കുക. അതാണ് നിങ്ങളുടെ ജോലി. അത്ര മാത്രം ചെയ്യുക. ബാക്കിയൊക്കെ ഡിവൈനോടെ ചെയ്ത് സെറ്റാക്കിക്കോളും. ഓക്കെ, സോ താങ്ക് യു.